നമസ്തേ. നിങ്ങൾ എപ്പോഴും തരുന്ന പോസിറ്റീവായിട്ടുള്ള റിമാർക്കുകളും ഫീഡ്ബാക്കുകളുമാണ് എനിക്ക് വീണ്ടും വീണ്ടും ട്രെയിനിങ് വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളെ കുറിച്ചാണ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളുടെ പ്രസക്തി എന്താണ് എന്നും ഞാനിവിടെ നിങ്ങളെ വിവരിക്കാം. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് കബീർ ദാസ്, മോട്ടിവേഷണൽ ട്രെയിനർ ആൻഡ് ബിസിനസ് കോച്ച്. സ്വദേശം തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങലാണ്. ഒരിക്കലേ ഒരു ബിസിനസ് ഓണർ അദ്ദേഹത്തിൻ്റെ ബിസിനസ് കുറേ വർഷങ്ങൾക്ക് ശേഷം മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിനി ബിസിനസ് ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇനി നിങ്ങൾ വേണം ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ. അതിന് ഞാൻ നിങ്ങൾ 3 പേരും മിടുക്കരാണ്, എനിക്കറിയാം, എൻ്റെ 3 മക്കളും നല്ല കഴിവുള്ളവരാണ്. നിങ്ങൾ ആരായിരിക്കും ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവരെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു ടെസ്റ്റ് നടത്തും മക്കളെ എന്ന് പറഞ്ഞു. അതിനുശേഷം മുതിർന്ന മകനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ഈ 100 ചീപ്പുകൾ, മുടി ഊതുന്ന ചീപ്പുകളാണ് വേണ്ടി കൊടുത്തു പറഞ്ഞ് ഇത് ഇന്ന് വിറ്റ് കൊണ്ടുവരാം. നിങ്ങൾ ഈ പ്രോഡക്റ്റ് വിൽക്കേണ്ടത് ലാമാ മന്ദിറിലാണ് വിൽക്കേണ്ടത്. ലാമാ മന്ദിർ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു ലാമാ മന്ദിർ ഉണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യും. അവിടെയാണ് വിൽക്കേണ്ടത്. മോൻ കാലത്തെ രാവിലെ റെഡിയായി ഈ 100 ചീപ്പുകളുമായി നേരെ ലാമാ മന്ദിറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ ലാമമാരെല്ലാം മുട്ടത്തലയന്മാരാണ്, അവർ തലയിൽ മുടിയുള്ളവരല്ല. അപ്പോൾ മുടിയില്ലാത്തവർക്ക് എങ്ങനെ ചീപ്പ് വിൽക്കാൻ പറ്റും? ഇവൻ വിചാരിച്ചിടാ, ഇത് അച്ഛൻ എന്നെ വളരെ വലിയൊരു പ്രതിസന്ധിയിലാണല്ലോ കൊണ്ടുപോയി ആക്കിയത്. ഈ മുടിയില്ലാത്തവർക്ക് എങ്ങനെ ചീപ്പ് വിൽക്കാൻ പറ്റും? എന്നാലും അവൻ അവൻ്റെതായ രീതിയിൽ മാക്സിമം ശ്രമിച്ചു. അവിടെ 1-2 ഗസ്റ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ പറഞ്ഞു. വൈകിട്ടായപ്പോൾ പുള്ളി സെയിൽസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്തായാലും ഇത് വലിയ ചതിയായിപ്പോയി, അവിടെ ഇതെങ്ങനെ വിൽക്കാൻ പറ്റും? എല്ലാവരും തലയിൽ മുടിയില്ലാത്ത ആൾക്കാരാണ്, അവിടെ എല്ലാം കഷണ്ടികളല്ലേ. അവിടെ എന്നിട്ട് ഞാൻ നോക്കൂ 8 എണ്ണം വിറ്റു. 100 എണ്ണം കൊണ്ടുപോയെങ്കിലും ഞാൻ 8 എണ്ണം വിറ്റു. കുഴപ്പമില്ല മോനെ, നോ പ്രോബ്ലം. 2-ാമത്തെ ദിവസം 2-ാമത്തെ മകനെ അയച്ചു. അപ്പോൾ മോൻ പോയിട്ട് വൈകിട്ടായപ്പോൾ തിരിച്ചു വന്നു. അച്ഛാ ഞാൻ 15 എണ്ണം വിറ്റു. അതെങ്ങനെ വിൽക്കാൻ പറ്റി? അപ്പം ഞാൻ അതിനകത്ത് 2 കാര്യങ്ങൾ ചെയ്തു. ആ ചീപ്പ് ഹാൻഡിലുള്ള ചീപ്പാണ് ഞാൻ കൊണ്ടുപോയത്. അവിടെ നമ്മൾ ചെയ്തത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്, ഒരു സ്ട്രാറ്റജിയിൽ ചേഞ്ച് വരുത്തി. അതായത് ഇത് മുടി കോതാനും ഉപയോഗിക്കാം, അല്ലാത്ത സമയം ഇത് നമുക്ക് മുതുവൊക്കെ ചൊറിയാൻ ഉപയോഗിക്കാം. ഹാൻഡിലുണ്ടല്ലോ, ഈ ഹാൻഡിൽ വെച്ച് മുടിയൊക്കെ ചൊറിയാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് നന്നായിട്ട് ഒരു സ്ട്രാറ്റജി മാറ്റം വരുത്തിയപ്പോൾ അവന് 15 എണ്ണം വിൽക്കാൻ കഴിഞ്ഞു. അവിടെയാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ലേണിംഗ് ഉള്ളത്. സെയിം പ്രോഡക്റ്റ്, സെയിം കസ്റ്റമർ, സെയിം സ്ട്രാറ്റജി ആണെങ്കിൽ റിസൾട്ടും സെയിം തന്നെ ആയിരിക്കും. നമ്മൾ മനസ്സിലാക്കുക. ഒരു പ്രോഡക്റ്റ് നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ ഒരേപോലെയുള്ള ഓഡിയൻസ്, ഒരേ സ്ഥലത്താണ് നമ്മൾ വിൽക്കുന്നത്, ആ സ്ഥലത്തിൽ മാറ്റമില്ല, നമ്മുടെ പ്രോഡക്റ്റിൽ മാറ്റമില്ല, നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജിയും സെയിം ആണ് എങ്കിൽ റിസൾട്ടിലും സെയിം റിസൾട്ടേ കിട്ടൂ എന്നുള്ളൊരു പാഠം നമ്മളവിടെ പഠിക്കണം. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി 2-ാമത്തെ മകൻ ചെയ്തത് എന്താണ്? നമ്മുടെ പ്രോഡക്റ്റിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തി. നമുക്ക് ഓഡിയൻസ് മാറ്റാൻ പറ്റില്ല. അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ലാമാ മന്ദിറിലാണ് വിൽക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓഡിയൻസ് മാറ്റാൻ പറ്റില്ല, പ്രോഡക്റ്റും സെയിം ആണ്. ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് കൊടുത്തു. ഒരു കസ്റ്റമർക്ക് ഒരു വാല്യൂയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. 3-ാമത്തെ മകനും സെയിം പ്രോഡക്റ്റുമായിട്ടാണ് പോയത്. 3-ാമത്തെ മകൻ പോയിട്ട് ഉച്ചയായപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ 1000 ചീപ്പിൻ്റെ ഓർഡർ എടുത്തിട്ടാണ് വന്നത്. നമുക്ക് അടുത്ത ആഴ്ചയെങ്കിലും അവിടെ 1000 ചീപ്പ് അവിടെ വിൽക്കാൻ പറ്റണം. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അതെങ്ങനെ നിനക്ക് വിൽക്കാൻ പറ്റി? മറ്റ് ബ്രദേഴ്സിനൊന്നും അത് വിൽക്കാൻ പറ്റിയില്ലല്ലോ, നീ എന്ത് ടെക്നിക്കാണ് ഉപയോഗിച്ചതെന്നോ? അപ്പോൾ അവൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചീപ്പിൻ്റെ അകത്ത് അവരുടെ കോട്ട് അതിനകത്ത് നോട്ട് ചെയ്തു. കോട്ട് എന്തെന്ന് വെച്ചാൽ, ഐ ഡിസ്ക്രൈബ് മൈസെൽഫ് ആസ് എ സിമ്പിൾ ബുദ്ധിസ്റ്റ്, നോ മോർ നോ ലെസ്. ഇത് അവരുടെ ഒരു കോട്ടാണ്. അത് അതിൻ്റെ ചീപ്പിൻ്റെ മുകൾ ഭാഗത്ത് പ്രിന്റ് ചെയ്തു. 2-ാമത് അവരുടെ ഒരു കോട്ടുണ്ട്, ഫോർഗിവിങ് യു ഈസ് മൈ ഗിഫ്റ്റ് ടു യു, മൂവിങ് ഓൺ ഈസ് മൈ ഗിഫ്റ്റ് ടു മൈസെൽഫ്. ബുദ്ധരുടെ 2 കോട്ടുകൾ ആ ചീപ്പിൻ്റെ മുകളിലേക്ക് പ്രിന്റ് ചെയ്തിട്ട് അവിടെ ചെന്ന് അതിൻ്റെ ചീഫിനെ കണ്ടിട്ട് പറഞ്ഞു, സർ ഞാൻ ഇവിടെ ഒരു പ്രോഡക്റ്റ് വിൽക്കാനാണ് വന്നത്. മോർണിംഗ് ടൈം ഈസ് ദി ബെസ്റ്റ് ടൈം. ഇപ്പം രാവിലെ ഉള്ള സമയങ്ങളിൽ സാറിനെ കാണാൻ പല ഗസ്റ്റും വരാറുണ്ട്, പല ആൾക്കാരും വരാറുണ്ട്. അവർക്ക് ഈ പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എല്ലാവരും മുടി കോതുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ മുടി കോതാനായിട്ട് ചീപ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കോട്ടുകൾ അവർ പഠിക്കും. അവരിലേക്ക് നമ്മുടെ ഈ കാര്യങ്ങൾ കൂടുതൽ അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അത് മനസ്സിലായി. ശരി, എന്നാൽ
അത് എടുക്കാം. 1000 പീസ് നിങ്ങൾ തന്നേക്കൂ. വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ, എന്നെ കാണാൻ വരുന്നവർക്കും നമ്മളെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്കെല്ലാം ആസ് ഒരു ഗിഫ്റ്റായിട്ട് നമ്മളിത് കൊടുക്കാം. അത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ അവരെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കൈ കോട്ടുകൾ അവർക്ക് ഓർമ്മ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഓർഡർ പിടിച്ചത്. ഇവിടെ ഒരു ലേണിംഗ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് അതിൻ്റെ സ്ട്രാറ്റജിയിൽ വരുത്തുന്ന മാറ്റം, ബിസിനസ്സിലേക്ക് നമുക്ക് കൂടുതൽ വരാം. രണ്ടാമത് കുറച്ച് തലച്ചോറുകൂടെ ഉപയോഗിക്കണം, കുറച്ച് ബുദ്ധി ഉപയോഗിച്ചു ഈ സാധനം എങ്ങനെ വിൽക്കാം എന്നതിനെ കുറിച്ച്. കാര്യം എൻ്റെ മുതിർന്ന സഹോദരങ്ങൾ പോയപ്പോൾ അവർക്ക് ആ പ്രോഡക്റ്റ് അവിടെ വിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് എങ്ങനെ വിൽക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ, മാത്രമല്ല 1 or 2 പീസ് വിൽക്കുന്നതിലല്ല, തിങ്ക് ബിഗ്, വലിയ രീതിയിൽ എങ്ങനെ സെയിൽസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചതിലാണ് അയാൾക്ക് അത്രയും കൂടുതൽ വിൽക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മിക്കുക, നമ്മുടെ സ്ട്രാറ്റജികൾ മാറ്റുമ്പോഴാണ് നമുക്ക് ബിസിനസ്സിൽ വലിയ ലെവലിലേക്ക് എത്താൻ പറ്റുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞു, ഈ ഹൊറിബിളായിട്ടും ഓഫുള്ളായിട്ടും ഡിമോട്ടിവേറ്റുമായിട്ടുള്ള വീഡിയോകൾ ഫോർവേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ വിലയാണ് ഇടിച്ച് കാണിക്കുന്നത്. ഇത്തരം പുതിയ പുതിയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോകളുമായി വീണ്ടും കാണുന്നത് വരെയും ജയ്.